ദേവ, നിന്നെ കാണാൻ അമ്മ അനിയത്തിയും വന്നിട്ടുണ്ട്. കൂടെ അഡ്വക്കേറ്റ് രമേശ് നമ്പ്യാരും. രമേശ് നമ്പ്യാരാണ് വക്കീലെങ്കിൽ നീ രക്ഷപ്പെട്ടു. വാ. ഞാൻ അഡ്വക്കേറ്റ് രമേശ് നമ്പ്യാർ. സർ, സർ, ഞാൻ ആരെയും കൊന്നിട്ടില്ല സർ. എന്റെ മോനെ, ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത നിനക്ക് എങ്ങനെടാ ഈ ഗതി വന്നത്? നിന്നെ പോലീസ് പിടിച്ചെന്ന് കേട്ടപ്പോ മുതല് ഏട്ടനെ കാണണം കാണണം പറഞ്ഞ് കരയായിരുന്നു ഇവള്. കരയല്ലേ മോളെ, കരയല്ലേ. മോനെ, നിന്നെ പോലീസുകാർ ഒരുപാട് ഉപദ്രവിച്ചോ? എന്റെ ഏട്ടനെ ആരാ ചതിച്ചത്? നിങ്ങളിങ്ങനെ കരഞ്ഞോണ്ട് നിന്നാൽ അനുവദിച്ച സമയം തരും. എനിക്ക് ദേവനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങൾ കുറച്ചേരം മാറി നിൽക്ക്. എന്താണ് സംഭവിച്ചത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സർ. പിന്നെ എങ്ങനെ നിങ്ങൾ കേസിൽ പ്രതിയായി? ആപത്തിൽപ്പെട്ട ഒരാളെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ട് സംഭവിച്ചതാ. തെളിച്ചു പറയൂ. ആ പയ്യൻ കൊല്ലപ്പെട്ട ദിവസം രാത്രി 12 മണിയുടെ ട്രെയിന് ഞാൻ മംഗലാപുരത്ത് പോകാനിരിക്കുകയായിരുന്നു. താമസിച്ചിരുന്ന മുറി ഒഴിഞ്ഞു കൊടുത്ത് ഇവിടുത്തെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച മലഞ്ചരക്ക് സാധനങ്ങളൊക്കെ 2-3 ചാക്കിൽ കെട്ടി ലോഡ്ജിന്റെ മുന്നിൽ വെച്ച് ഒരു ഓട്ടോ പിടിക്കാനായി ഞാൻ റോഡിലേക്ക് ഇറങ്ങി. ഓട്ടോയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ പെട്ടെന്നൊരു അലർച്ച കേട്ടു. തിരിഞ്ഞു നോക്കുമ്പോൾ 2-3 പേർ ചേർന്ന് ഒരാളെ ആക്രമിക്കുന്നതാണ് ഞാൻ കണ്ടത്. അടുത്തേക്കെത്തിയ എന്നെ കണ്ടപ്പോൾ തന്നെ അവർ ഓടി രക്ഷപ്പെട്ടു. നെഞ്ചിൽ തറച്ച കത്തിയുമായി പിടയുന്ന ആളെ ചേർത്ത് പിടിച്ച് ഞാൻ കുത്തിയ കത്തി വലിച്ചൂരി. അയാളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാനായി അതുവഴി വന്ന വാഹനത്തിന് ഞാൻ കൈ കാണിച്ചു. അതൊരു പോലീസ് വണ്ടിയായിരുന്നു. വണ്ടിയിൽ നിന്നിറങ്ങിയത് SP സാറും. സാർ, അദ്ദേഹത്തിന്റെ നോട്ടത്തിൽ ഊരിപ്പിടിച്ച കത്തിയുമായി നിൽക്കുന്ന ഞാൻ കൊലയാളിയായി. ഞാനല്ല ആ കൊല ചെയ്തെന്ന് എത്ര പറഞ്ഞിട്ടും അദ്ദേഹം അംഗീകരിച്ചില്ല. അപ്പോഴേക്കും ആ പയ്യൻ മരിച്ചിരുന്നു. കൊലയാളി കുത്തിയ കത്തി നിരപരാധി വലിച്ചൂരുക, അത് കണ്ടുനിന്നയാൾ നിരപരാധിയെ കൊലയാളിയായി ചിത്രീകരിക്കുക. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ കേസിലെ ദൃക്സാക്ഷി ഒരു സാധാരണക്കാരനല്ല. ഹീസ് എ പോലീസ് ഓഫീസർ. നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അയാൾ അടച്ചിട്ടുണ്ടാവും. എൻ്റെ അമ്മയ്ക്കും പെങ്ങൾക്കും ഞാനല്ലാതെ മറ്റാരുമില്ല. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല സാർ. സമയം കഴിഞ്ഞു. സാറിന് എന്നെ രക്ഷപ്പെടുത്താൻ പറ്റുമോ? സാറൊന്നും പറഞ്ഞില്ല. സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ദേവനെതിരാണെങ്കിലും നമ്മുടെ അരണ്ണെ കൊന്ന അയാളല്ല. ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടാൽ രക്ഷപ്പെടുന്നത് യഥാർത്ഥ കുറ്റവാളിയാണ്. അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെങ്കിൽ ദേവൻ എന്ന നിരപരാധി രക്ഷപ്പെട്ടേ മതിയാവും. സാറെന്ത് പറയുന്നു? നിനക്ക് ശരിയും തോന്നുന്നു ചെയ്യുക. എനിക്ക് നിന്നെയാണ് വിശ്വാസം. താങ്ക് യു സർ. താങ്കൾക്ക് എങ്ങനെ കൃത്യസമയത്ത് സംഭവം നടന്ന സ്ഥലത്ത് എത്താൻ കഴിഞ്ഞു? തികച്ചും യാദൃശ്ചികം. പോലീസ് ക്ലബിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് ഞാൻ സംഭവം കണ്ടത്. എന്ത് കണ്ടു? വണ്ടിയുടെ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ പ്രതി ദേവൻ കൊല്ലപ്പെട്ട അരുൺകുമാറിനെ കുത്തുന്നത് ഞാൻ വ്യക്തമായി കണ്ടു. പിന്നീട് എന്താണ് സംഭവിച്ചത്? പിന്നീട് എത്ര ചോദിച്ചിട്ടും കൂട്ടുപ്രതികളെ കുറിച്ച് പ്രതി ഒന്നും പറഞ്ഞില്ല. കൂട്ടുപ്രതികൾ ഉണ്ടായിരുന്നു എന്ന് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് ആരൊക്കെയോ ഓടി ഒരു വണ്ടിയിൽ കയറി മറയുന്നത് ഒരു മിന്നായം പോലെ ഞാൻ കണ്ടിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ആ വണ്ടിയെ പിന്തുടർന്നില്ല? ഞാൻ അപ്പോൾ അതിനെ ശ്രമിച്ചിരുന്നെങ്കിൽ കയ്യിൽ കിട്ടിയ ഈ പ്രതി ഓടി രക്ഷപ്പെടുമായിരുന്നു.
Mr. Ramesh, you can cross-examine him. താങ്ക് യു യുവർ ഓണർ. പോലീസ് ക്ലബ്ബിലെ പാർട്ടി കഴിഞ്ഞ് വരുമ്പോൾ യാദൃച്ഛികമായിട്ടാണ് നിങ്ങൾ സംഭവം കണ്ടത് അല്ലേ? പറഞ്ഞല്ലോ. ഈ ക്ലബ്ബിലെ പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ ഡ്രിങ്ക്സ് ഒക്കെ കാണുമായിരിക്കും അല്ലേ? പുന്നേക്കാടൻ എങ്ങനെ കഴിക്കോ? കഴിക്കും. അന്ന് കഴിച്ചിരുന്നോ? ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. കഴിച്ചിരുന്നു. എത്ര പെഗ്? 1 2. മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് കുറ്റമല്ലേ? അതോ പോലീസ് വണ്ടി ഓടിച്ചാൽ കുറ്റമല്ലെന്നാണോ? അതിന് ഞാനല്ലല്ലോ വണ്ടി ഓടിച്ചത്, ഡ്രൈവർ നകുലനല്ലേ. ഓ ഓ, 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 ഓ. അന്ന് രാത്രി ക്ലബിലെ പാർട്ടിയിൽ വെച്ച് മദ്യപിച്ച് വണ്ടി ഓടിക്കാൻ കഴിയാതെ വന്ന SP പുന്നേക്കാടനെ താങ്കൾ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നിഷേധിക്കും. എന്തിന്? ചുമ്മാ. സാറൊന്ന് കുടിച്ചിരുന്നു, പക്ഷെ അതൊന്നും സാറിന്റെ രോമത്തിൽ പോലും ഏക്കില്ല. അതെന്താ? 5-8 പെഗ്ഗെന്നൊക്കെ പറഞ്ഞാൽ സാറിന് ആനവായിൽ അമ്പഴങ്ങിയ ഒടുക്കത്തെ കപ്പാസിറ്റി അല്ലേ? ആ ശരീരം കണ്ട അറിഞ്ഞൂടെ? പണ്ട് പോലീസ് ക്ലബിലെ ഫംഗ്ഷന് ഒരു ഫുൾ ബോട്ടിൽ ഒറ്റ ഇരിപ്പിന് അടിച്ചു തീർത്ത് സമ്മാനം വാങ്ങിച്ചിട്ടുള്ള ആളാ പുന്നക്കാട സാറ് അല്ലേ സാറ്? സംഭവം നടന്ന അന്ന് അതല്ലേ രസം. അന്ന് കോട്ടയം SP KG ഗോപാലുള്ള സാറുമായിട്ടായിരുന്നു മത്സരം. എന്നിട്ട് കള്ളുകുടിയുടെ കാര്യത്തിൽ കേരളത്തിലെ ഒരു പോലീസുകാരനും സാറിന്റെ 7 അയലത്തെത്താൻ കഴിയില്ലെന്ന് തെളിയിച്ചില്ലേ? പൊക്കി പറഞ്ഞത് കുഴപ്പമായ സാർ? നഗലം കഴിക്കോ? ഏയ്, ക്ലബിലെ പാർട്ടിയൊക്കെ ആകുമ്പോ ആരായാലും കഴിച്ചു പോകും. അത് വലിയ തെറ്റൊന്നുമല്ല. വണ്ടി ഓടിക്കുമ്പോ കഴിച്ചിരുന്നു? വണ്ടി ഓടിക്കുമ്പോ കഴിച്ചാൽ സാറിനെ ഓടിക്കും. വണ്ടി കേറുന്നതിന് മുമ്പ് ആരും അറിയാതെ ഇത്തിരി കഴിച്ചിരുന്നു രഹസ്യമായിട്ട്. ഈ നിൽക്കുന്ന ദേവൻ അരുൺകുമാറിനെ കുത്തുന്നത് താങ്കൾ കണ്ടിരുന്നു? ഉവ്വ് സാർ. കുത്തുന്നതാണോ കണ്ടത്? കുത്തിയ കത്തി വലിച്ചൂരുന്നതാണോ കണ്ടത്? അതോ വലിച്ചൂരിയ കത്തിയുമായിട്ട് നിൽക്കുന്നതാണോ കണ്ടത്? വലിച്ചൂരിയ കത്തിയുമായിട്ട് നിൽക്കുന്നതാണ് കണ്ടത്. വലിച്ചൂരിയ കത്തിയുമായിട്ട് നിൽക്കുന്നതാണ് സാർ കണ്ടത്. നഗലിന് പോവാം സാർ. യുവർ ഓണർ, വഴിയോരത്ത് പിടയുന്ന ഒരു ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ നെഞ്ചിൽ തറച്ചിരുന്ന കത്തി ദേവൻ വലിച്ചൂരിട്ടുണ്ടാവാം. അയാളെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള തത്രപ്പാടിനിടയിൽ ആദ്യം വന്ന വണ്ടിക്ക് കൈ കാണിച്ചു. ആ വണ്ടിയിൽ അപ്പോൾ മദ്യലഹരിയിലുണ്ടായിരുന്ന SP പുന്നേക്കാടൻ ദേവനെ കണ്ട് കൊലയാളിയായിട്ട് തെറ്റിദ്ധരിച്ചു. പുന്നേക്കാടൻ ദേവനെ കീഴ്പ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ രക്ഷപ്പെട്ടത് യഥാർത്ഥ കൊലയാളിയും നഷ്ടപ്പെട്ടത് പിടയുന്നൊരു മനുഷ്യജീവനുമായി. മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ആളായിരുന്നു ഒന്നാം സാക്ഷി SP ആന്റണി പുന്നേക്കാടനെങ്കിൽ ആദ്യം ചിന്തിക്കുക ആ പിടയുന്ന ജീവൻ രക്ഷിക്കാനുള്ള വഴിയായിരുന്നു. അതിനു നേരെ കണ്ണടച്ച് ഭാവിയിൽ ലഭിച്ചേക്കാവുന്ന പോലീസ് മെഡലുകളും സ്ഥാനമാനങ്ങളും സ്വപ്നം കണ്ട് ഒരു നിരപരാധിയെ പ്രതിസ്ഥാനത്ത് നിർത്താനാണ് അദ്ദേഹം ശ്രമിച്ചത്. പ്രതി ദേവൻ സുഗന്ധവ്യഞ്ജനങ്ങൾ വിൽക്കുന്ന ഒരു വ്യാപാരിയാണെന്നും സാധനങ്ങൾ വാങ്ങാൻ പതിവായി കൊച്ചിയിൽ വരാറുണ്ടെന്നും CI ജയചന്ദ്രന്റെ മൊഴിയിൽ നിന്ന് വ്യക്തമാണ്. അന്നേ ദിവസം ദേവൻ ബുക്ക് ചെയ്തിരുന്ന സ്ലീപ്പർ ക്ലാസ് ട്രെയിനിന്റെ ടിക്കറ്റ്, അദ്ദേഹം വാങ്ങിയ സാധനങ്ങളുടെ ബില്ല്, താമസിച്ചിരുന്ന ഹോട്ടലിന്റെ ബില്ല് മേ ബി മാർക്ക് ചെയ്യണം. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കുക എന്നുള്ള പോലീസ് നയത്തിൽ കോടതി ഇടപെട്ടില്ലെങ്കിൽ ദേവനെ പോലെയുള്ള നിരപരാധികളെ കുത്തിനിറയ്ക്കാനുള്ള കരിങ്കൽ തുറുങ്കൾ മാത്രമായിരിക്കും കേരളത്തിലെ ജയിലുകൾ. നീതിപീഠം സത്യാവസ്ഥ മനസ്സിലാക്കി ദേവന്റെ നിരപരാധിത്വം തിരിച്ചറിഞ്ഞ് എന്റെ കക്ഷിയെ നിരുപാധികം വിട്ടയക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. അരുൺകുമാർ കൊലക്കേസിൽ ദേവരാജൻ കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷനോ പോലീസിനോ കഴിഞ്ഞിട്ടില്ല. ദേവരാജനെ പ്രതിസ്ഥാനത്ത് നിർത്തുവാനുള്ള പോലീസിന്റെ വ്യഗ്രത കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിരപരാധിയായ ദേവരാജനെ പ്രതിസ്ഥാനത്ത് നിന്ന് കോടതി ഒഴിവാക്കുന്നു. ഒരു ജീവൻ രക്ഷിക്കാൻ ദേവൻ കാണിച്ച ധീരതയെ കോടതി പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒരു നിരപരാധിക്ക് മേൽ കുറ്റകൃത്യം അടിച്ചേൽപ്പിച്ച പോലീസിന്റെ പൈശാചികമായ നടപടികൾക്കെതിരെ ശക്തമായ താക്കീത് നൽകുന്നതിനോടൊപ്പം യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുവാനുള്ള മേൽ നടപടികൾക്ക് കോടതി ഉത്തരവ് നൽകുന്നു. സാറേ, ഒരുപാട് നന്ദിയുണ്ട്. ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല. സാറ് ഞങ്ങളുടെ ദൈവമാണ്. നിങ്ങളുടെ പ്രാർത്ഥന കേട്ടത് അവിടെ നിന്നാണ്. ഞാനൊരു നിയോഗം മാത്രം.
ആ SP പുന്നക്കാടനെ പൊരിച്ചെടുക്കുന്ന കണ്ടപ്പോ കോരി തിരിച്ചുപോയി. റിയലി? പിടിച്ചോ. 10,000, 20,000, 30,000 ഇടപാട് തീർന്നല്ലോ. ഞാൻ പിടിക്കാം. സാറേ വളരെ സന്തോഷമുണ്ട്. സാറിന്റെ ആൾക്കാര് പറഞ്ഞ പൈസ മുഴുവനും തന്നു. മാവേലിക്കര മരിച്ചുപോയ എന്റെ അമ്മ ദേവികയുടെ റോൾ നിങ്ങൾ ഭംഗിയായി അഭിനയിച്ചു കേട്ടോ. നാടക നടിയായിരുന്നിട്ടും ഓവറാക്കാതെ മുഹൂർത്തങ്ങൾ തന്മയത്തോടെ കൈകാര്യം ചെയ്തു. ചില സമയത്ത് ഞാൻ തന്നെ വിചാരിച്ചത് എന്റെ അമ്മയാണോ എന്ന്. എന്റെ പെങ്ങടെ വേഷം അഭിനയിച്ച കുട്ടിയുടെ പേരെന്താ? എന്റെ മകളുടെ മകളാ. മുത്തശ്ശി മിടിമിടുക്കി, കൊച്ചുമോള് മിടിമിടുക്കി. ശങ്കരേട്ടൻ പറഞ്ഞാലും ഇരട്ടി തുകയുണ്ട്. ഞാൻ പിടിക്കാം. ഇല്ലെങ്കിൽ വെറുതെ വേണ്ടാത്ത മേക്കപ്പ് സാധനങ്ങളൊക്കെ മേടിച്ച് കാശ് മുഴുവൻ ഇപ്പൊ തീർക്കും. വണ്ടി റെഡി. ഓക്കെ. ഇനി ഇങ്ങനെ വല്ല വർക്കുണ്ടെങ്കിൽ വിളിച്ചേക്കണേ. വക്കീൽ സാർ, ഒരു മിനിറ്റ്. ഞാൻ വീട്ടിൽ വന്ന് കാണാനിരിക്കുകയായിരുന്നു വക്കീലിനെ. ഓശാരത്തിനൊരു നന്മ ചെയ്തു എന്ന തോന്നൽ പിന്നീട് വേണ്ട. ഒരു സിറ്റിങ്ങിന് ലക്ഷങ്ങൾ ചാർജ് ചെയ്യുന്ന അഡ്വക്കേറ്റ് രമേശ് നമ്പ്യാർക്ക് എത്ര വേണമെങ്കിലും എഴുതിയെടുക്കാം. ബ്ലാങ്ക് ചെക്ക്. നിങ്ങൾ ആരാണ്? ഇതൊക്കെ നേരത്തെ ചോദിക്കേണ്ട കാര്യങ്ങളല്ലേ. എങ്കിലും പറയാം. പറയാതിരുന്ന നിങ്ങൾ എങ്ങനെ അറിയാനാ? അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്താ ഒരു സുഖം. ഞാനൊരു പാവം വർമ്മ. ദേവൻ, ദേവരാജൻ, ദേവരാജ പ്രതാപ വർമ്മ, ഇവരുടെയൊക്കെ ദേവ്ജി. അങ്ങ് തെക്കൻ തിരുവിതാംകൂറുമായിട്ട് മോശമല്ലാത്ത ഒരു ബന്ധമുണ്ട് എനിക്ക്. തായ് വഴി. അച്ഛൻ വടക്കന. വടക്കെന്ന് പറഞ്ഞാൽ ഉദയനന്റെ നാട്ടിൽ. അങ്ങനെ തെക്കും വടക്കും കൂടെ ചേർന്നപ്പോൾ ഞാൻ അല്പം വടക്കായി. വക്കീലിനെ ഒന്നും പിടികിട്ടുന്നില്ല അല്ലേ? ഗുരുഭക്തിയുടെ കെട്ടുപാടിൽ നീതിയുടെ സത്യവാചകങ്ങൾ നിങ്ങൾ മറന്നപ്പോൾ, അല്ലെങ്കിൽ വളച്ചൊടിച്ചപ്പോൾ നഷ്ടപ്പെട്ടത് എനിക്ക് ലഭിക്കേണ്ട നീതിയാണ്. വധശിക്ഷ അർഹിക്കുന്ന അരുൺകുമാർ എന്ന പക്കാ ക്രിമിനലിനെ നിങ്ങൾ ഈ കോടതിയിൽ നിന്ന് പുല്ലുപോലെ ഇറക്കിക്കൊണ്ടുപോയെന്നറിഞ്ഞപ്പോ എന്റെ ഈ നെഞ്ചാ പിടഞ്ഞത്. പിന്നെ എനിക്ക് മുന്നും പിന്നും നോക്കേണ്ടി വന്നില്ല. എന്റെ മനസാക്ഷിയുടെ കോടതിയിൽ ഞാൻ തന്നെ അവന് വിധി എഴുതി. യെസ്, ഐ കിൽഡ് ഹിം. SP ആന്റണി പുന്നക്കാരൻ ഈ കോടതിയിൽ പറഞ്ഞ സത്യമാണ്, മുഴുവൻ സത്യമാണ്. ഞാനാണ് കൊന്നത് ഈ കൈകൾ കൊണ്ട്. യു ആർ എ ചീറ്റ്. എന്തിനാ ഇങ്ങനെ രോഷം കൊള്ളുന്നത്? ഞാൻ കുത്തിയ കത്തി വലിച്ചൂരി എന്ന സത്യം പറഞ്ഞതല്ലേ വക്കീലെ? കുത്തിയത് ഞാൻ അല്ലെന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങനെ വിചാരിച്ചത് വക്കീലല്ലേ? അരുണിനെ വിസ്തരിച്ച അതേ കോടതിയിൽ നിന്നും അവനെ രക്ഷിച്ച അതേ വക്കീല് തന്നെ അവന്റെ കൊലയാളിയായി എന്നെയും കുറ്റവിമുക്തനാക്കി. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട് എന്റെ തറവാടിന്, അല്ലടാ സർക്കിളെ? സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് നീങ്ങാം. എനിക്കിനി 2 വധശിക്ഷ കൂടി നടപ്പാക്കാനുണ്ട്. ജഡ്ജിയും ആരാചാര്യം ഞാൻ തന്നെ ആയതുകൊണ്ട് ഞാൻ ഇനി ഒരു അല്പം തിരക്കിലായിരിക്കും. സോ മിസ്റ്റർ രമേശ് നമ്പ്യാർ, കാണണം. കാണും.